ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭീകരബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരാൾ കടന്നു കയറി. അയാൾ അവിടെ അറബിയിൽ ഈദ്ഗാഹ് ആശംസകൾ നേർന്ന മിഠായി വിതരണം ചെയ്തു. അയാളെ പിടികൂടി എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ആഴ്ച വന്നു. പോലീസോ ഗുരുവായൂർ ദേവസ്വം അധികൃതരോ ഒന്നും കമൻറ്റ് ചെയ്തിരുന്നില്ല. പിന്നെ പത്രങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരാൾ വന്നു, ശരിയാണ്, അയാൾ കുഴപ്പക്കാരനൊന്നുമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ കേരള DGPയുടെ കേരള പോലീസ് ചീഫിൻ്റെ റവാഡ ചന്ദ്രശേഖറിൻ്റെ ഒരു പ്രതികരണം, ഒപ്പം ഗുരുവായൂർ SHOയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഗുരുവായൂർ ഭീകരനൊന്നും വന്നിട്ടില്ല, ഒരാളെ പിടികൂടി എന്നുള്ളത് ശരിയാണ്. 45 വയസ്സുള്ള മുസ്താഖ് അഹമ്മദ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരാളെ പിടികൂടി എന്ന് DGP പറയുന്നു. അതിനുശേഷം ടൈംസ് ഓഫ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത് ഗുരുവായൂർ SHO വിനോദ് വലിയാറ്റൂരിൻ്റെ അഭിപ്രായമാണ്. ഇയാളെ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കോടതി പറഞ്ഞു ഇയാളെ ഗവൺമെൻറ് മെൻ്റൽ ഹെൽത്ത് സെൻറ്ററിലേക്ക് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ മാറ്റി. അപ്പോൾ ലേറ്റസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നൗഗാം, ശ്രീനഗറിലെ നൗഗാം എന്ന് പറഞ്ഞാൽ LOCയോട് ചേർന്ന് പാകിസ്ഥാനോട് ചേർന്ന് നടക്കുന്ന പ്രദേശമാണ്. സാറിന് അറിയാമല്ലോ, സൈന്യം കോർഡൺ ആൻഡ് സെർച്ച് നിരന്തരം നടത്തുന്ന സ്ഥലമാണ്. തീവ്രവാദികൾ ഏറ്റവും കൂടുതൽ നുഴഞ്ഞു കയറുന്ന, ഏറ്റവും കൂടുതൽ ബോംബ് സ്ഫോടനങ്ങൾ നടക്കുന്ന, സൈന്യത്തിൻ്റെ നിതാന്ത ജാഗ്രതയുള്ള നൗഗാമിൽ നിന്നാണ് അയാൾ ഇവിടെ വരെ വന്നത്. അപ്പോൾ നമ്മുടെ SHO പറഞ്ഞതായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത്, ഇയാളിങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നടക്കും, അയാൾക്ക് വലിയ ലേണിംഗ് എബിലിറ്റി ഇല്ലാത്ത ആളോ മറ്റോ ആണ്. അയാളിങ്ങനെ മാനസിക നില ശരിയല്ലാത്ത ആൾ. അയാളിങ്ങനെ നടക്കും, എന്നിട്ട് തീർത്ഥാടനങ്ങളിലൊക്കെ പോകും, സൗജന്യമായി ഫുഡ് കിട്ടുന്ന തീർത്ഥാടനങ്ങളിലൊക്കെ പോകും. ഇവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു കുളിമുറിയിൽ നിന്നാണ് ഇയാളെ പിടിച്ചത്. മിഠായി വിതരണത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല, ആ ഭാഗത്തെക്കുറിച്ച് ഒരു വിശദീകരണമില്ല. പിന്നെ ഇയാളെ ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വാർത്ത പരക്കുന്നത് ഇയാളെ പിടികൂടിയത് നമ്മുടെ ശീവേലിക്കടയിൽ, ശിവലിയാണെങ്കിൽ ക്ഷേത്രത്തിനകത്താണ്, അവിടെ വെച്ചാണ് എന്ന് ഒരു വാർത്ത, ഒരു പ്രചാരണം, സോഷ്യൽ മീഡിയ പ്രചാരണം ഉണ്ടായിരുന്നു. പിന്നീട് ശീവേലിക്കടയിലാണ് എന്ന് ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ക്ഷേത്രത്തിനകത്താണ്. അതല്ല, ക്ഷേത്രത്തിന് പുറത്ത് വെച്ച് ഒരു കുട്ടിക്ക് മിഠായി കൊടുത്തപ്പോൾ ആ മിഠായി വാങ്ങിയ സ്ത്രീയാണ് കണ്ടുപിടിച്ച് ആ വിവരം അധികൃതരെ അറിയിച്ചത് എന്നൊക്കെ പല വെർഷൻസ് വന്നു. പക്ഷേ ഈ സംഭവം നടന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഗുരുവായൂർ ദേവസ്വമോ പോലീസോ ഇതേക്കുറിച്ചൊന്നും പറയാതിരുന്നു. പതുക്കെ ഈ വാർത്തകൾ സ്പ്രെഡായി വന്നു. ഒടുവിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ ഇങ്ങനൊരു സംഭവമുണ്ട്, അതൊരു അവസാനം ഒരു മാനസിക രോഗിയെ കണ്ടെത്തുമോ എന്ന് ചോദിച്ചൊരു പോസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ശശികല ടീച്ചർ ഇത് സംബന്ധിച്ച് കുറേ കൂടി ക്ലാരിറ്റിയോടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരാളെ മിഠായി കൊടുത്ത, ഈദ് ആശംസകൾ നടന്ന മിഠായി കൊടുത്ത ഒരാളെ പിടികൂടി എന്ന് പറയുന്നു, അതിൻ്റെ നിജസ്ഥിതി അറിയണമെന്ന് പോസ്റ്റ് ഇട്ടു. അതേ തുടർന്നാണ് മാധ്യമങ്ങൾ, മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊന്നും ആദ്യമായിട്ട് സ്റ്റോറി ബ്രേക്ക് ചെയ്തത് നമ്മളാണ് സുനിലാണ് ബ്രേക്ക്. എന്താണ് 2 പോസ്റ്റിനെ കുറിച്ച്, അതായത് അനിൽ വിളയിലിൻ്റെയും ശശികല ടീച്ചറിൻ്റെയും, അഡ്വക്കേറ്റ് അനിൽ വിളയിലിൻ്റെയും ശശികല ടീച്ചറും ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ വസ്തുത? ഇത് ക്ലാരിഫൈ ചെയ്യണം, പോലീസും ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയും ക്ലാരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കാമാന്ന് മിണ്ടിയില്ല. പിന്നീട് പത്രങ്ങളിൽ, ജന്മഭൂമി അടക്കമുള്ള പത്രങ്ങളിൽ അവർ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനെ ചില വിവരങ്ങൾ കിട്ടി. അപ്പോൾ ഇയാൾക്ക് മാനസിക രോഗമായതുകൊണ്ട് FIR ഇട്ടിട്ടില്ല, ക്രൈമൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് പോലീസിൻ്റെ വെർഷനായിട്ട് SHO പറയുന്നത്. എന്നിട്ട് നൗഗാവിൽ നിന്ന് ഒരു SIയും കസിനും കൂടെ വന്നു ഈ പറയുന്ന മുസ്താഖ് അഹമ്മദ് പണ്ഡിറ്റിനെ കൊണ്ടുപോയി. ഇതാണ് ഇതിൻ്റെ സിറ്റുവേഷൻ. പക്ഷേ ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യമുണ്ട്. ആ വാർത്തയുടെ അവസാനം പറയുന്നുണ്ട്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭീകരർ കയറി എന്ന് പറഞ്ഞ് ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വ്യാജ വാർത്ത കൊടുത്ത് ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഗുരുവായൂർ മാനേജിംഗ് കമ്മിറ്റി പോലീസിൻ്റെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതാണ് നേരത്തെ കളി. നോക്കൂ, ഇങ്ങനെയൊരു സംഭവവും വർത്തമാനവും വാർത്തയും ആളുകളുടെ ഉത്തരവാദപ്പെട്ട ശശികല ടീച്ചറെ പോലെ, അഡ്വക്കേറ്റ് അനിൽ വിളയിലിനെ പോലെ, അഡ്വക്കേറ്റ് അനിൽ വിളയിലിന് നിയമമൊക്കെ അറിയാം, പ്രശസ്തനായ അഭിഭാഷകനാണ്, അവരെ കൊണ്ടൊക്കെ പോസ്റ്റ് ഇടിയിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചതാരാണ്? ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ അത് ആദ്യമേ ഡിസ്ക്ലോസ് ചെയ്യുക. ഇങ്ങനൊരു സംഭവം ഉണ്ടായി അയാളെ പിടികൂടി, ഇത് പറയാമായിരുന്നല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ കൃത്യമായി ഈ പറയുന്നത് പോലെയുള്ള സംശയങ്ങളുടെയും വ്യാജ പ്രചാരണങ്ങളാണെങ്കിൽ അതിൻ്റെയും സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. അത് ചെയ്യാതെ നിങ്ങളിത് മൂടി വെച്ചു. ഞാൻ മനസ്സിലാക്കി, എന്നോടൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറഞ്ഞത്, ഈ ശ്രീകൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണൻ കുഴിമന്തി തിന്നുന്നതായിട്ടുള്ള പടമൊക്കെ വിഷുവിന് വന്നല്ലോ, അതിനുശേഷം ഇതും കൂടെ വന്നാൽ
ആകെ ഇവിടെ ഒരു കമ്മ്യൂണൽ ക്ലാഷ് ഉണ്ടാകുമെന്ന് പറഞ്ഞ് മൂടി വെച്ചതാണ്. ഇയാൾ മനോരോഗിയാണെങ്കിൽ അത് മൂടി വെക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ DGP, ബഹുമാന്യനായ DGP രവാഡ ചന്ദ്രശേഖർ, എനിക്ക് പേഴ്സണലി അറിയാവുന്ന, അദ്ദേഹം DIG ആയിരുന്ന കാലത്ത് മുതൽ ഞാനത് കൗമുദിയിലായിരിക്കുമ്പോൾ അദ്ദേഹമായിട്ട് വ്യക്തിപരമായി ബന്ധമുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു പോലീസ് ഓഫീസറാണ് അദ്ദേഹം. ഇപ്പോൾ ഇങ്ങനെ ഈ പ്രതികരണം പറഞ്ഞു. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, കേരള പോലീസിന് ഒരു ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു ഇങ്ങനൊരു സംഭവമുണ്ട്, അതിനകത്ത് മറ്റൊന്നുമില്ല എന്ന് ക്ലാരിഫൈ ചെയ്യാമായിരുന്നു. ഇവിടെ അത്തരം കാര്യങ്ങൾ ക്ഷേത്രം മാനേജിംഗ് കമ്മിറ്റിയും ലോക്കൽ പോലീസും ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഈ സംശയങ്ങൾ മുഴുവൻ ഉണ്ടായത്. ഒന്നാമത്തെ കാര്യം. ഇതേ ഗുരുവായൂർ പോലീസിനെ കുറിച്ച് വേറൊരു ആക്ഷേപമുണ്ട്. ഹക്കീം എന്ന് പറയുന്ന ആൾ, അവിടെ ഗുരുവായൂരുള്ള പാരഡൈസ് ഹോട്ടലിൽ നടന്ന ഹക്കീം, അയാൾ പ്യൂബിക് ഹെയർ പരിച്ച് തുളസിത്തറയിലിട്ടിട്ട് പോലീസ് നടപടിയെടുത്തില്ല. അപ്പോൾ ഇതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത ഒരു ചെറുപ്പക്കാരനെതിരെ, ശ്രീരാജ് കൈമൾ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെതിരെ ഇവർ നോൺ ബൈലബിൾ ആയിട്ടുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് റിമാൻഡ് ചെയ്ത് ജയിലിലടച്ചു. എന്നും മാത്രമല്ല, പോലീസ് പറഞ്ഞു ഇത്തരം ഈ സംഭവമോ ചിത്രമോ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കെതിരെ നടപടിയെടുക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഗുരുവായൂർ പോലീസ്. ഒടുവിൽ ഹൈക്കോടതിയിലെത്തിയപ്പോൾ ഹൈക്കോടതി പോലീസിനെ വാരി എടുത്ത് ഭിത്തിയിലടിച്ചു. കാരണം ഈ പോലീസ് പറഞ്ഞെന്നറിയോ, പോലീസ് അപ്പോഴും പറഞ്ഞു മനോരോഗമാണെന്ന്. മനോരോഗമായിരിക്കാം, പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്ന് പോലീസിനോട് ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ ഈ മനോരോഗമുള്ളവൻ എങ്ങനെയാണ് ഹോട്ടൽ നടന്നത്? മനോരോഗമുള്ളവന് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, അതെങ്ങനെയാണ്? അപ്പോൾ അതിനൊന്നും ഉത്തരം. അപ്പോൾ ഒരാളെ കിട്ടിയാൽ ഉടനെ മനോരോഗിയാക്കുന്ന ഒരു പരിപാടി ഗുരുവായൂർ പോലീസിനുണ്ട്. അപ്പോൾ ഇത്തവണ ഈ നൗഗാമിൽ നിന്ന് വന്ന ആൾക്ക് മനോനില തെറ്റിയ ആൾ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നൗഗാം പോലീസ് കൂടെ വരത്തില്ല, അത് മനോരോഗിയായിരിക്കാം, അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് വന്ന് സൗജന്യ ഭക്ഷണം കിട്ടുമെന്നോർത്ത് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വന്നതായിരിക്കും. ഓക്കെ, ഫൈൻ. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പോലീസിനെ സംശയിക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന് വെച്ചാൽ അവരുടെ മുൻകാല ട്രാക്ക് റെക്കോർഡാണ്. അത് ഈ സൗജന്യ ഭക്ഷണം കിട്ടുന്നിടത്താണ് അയാൾ പോകുന്നത് എങ്കിൽ, നമ്മുടെ കശ്മീരിൽ എന്നൊരു വലിയ ക്ഷേത്രമില്ലേ, ഈ പഴയ മ്യൂസിക് പ്രൊഡ്യൂസറുണ്ട് ഗുൽഷൻ കുമാർ, അയാൾ ഫൈനാൻസ് ചെയ്തിട്ട് ഒരു ക്ഷേത്രം സന്തോഷി മാത ദേവി എന്നുണ്ട്, സന്തോഷി മാത, രാജസ്ഥാനിലേക്കുണ്ട് സന്തോഷി മാത. അതാ ഈ ക്ഷേത്രത്തിൽ ഉച്ചഭക്ഷണവും സായാഹ്ന ഭക്ഷണവും ഫ്രീ ആണ്. ഈ ഗുൽഷൻ കുമാറിൻ്റെ വീട്ടിൽ നിന്നാണ് ഫൈനാൻസ് ചെയ്യുന്നത് മുഴുവനും. അമർനാഥ് ക്ഷേത്രത്തിൽ എന്താ പറയുക, കഷ്ടപ്പെട്ട് പോകണം അമർനാഥ് വരെ. അല്ല, കാശ്മീരിലുള്ള ആള് കഷ്ടപ്പെട്ട് ആയിരിക്കാം, പക്ഷേ മനോനില തെറ്റിയ ഒരാളിങ്ങനെ അലഞ്ഞു തിരിച്ച്. പിന്നെ ഉടുപ്പിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈ ഗോഡ് 16 തരം കറികളോട് കൂടിയിട്ടുള്ള ഊണാണ്. പക്ഷെ അവിടെ ഒന്നും കേട്ടില്ലല്ലോ. ഇയാളിപ്പോൾ ഏതെങ്കിലും കള്ളവണ്ടിക്ക് കയറി വന്നതായിരിക്കാം, പോലീസിനെ നമുക്ക് വിശ്വസിക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട് സുനിൽ, ഞാൻ ഇടയ്ക്ക് സുനിലിനെ തടസ്സപ്പെടുത്തുന്നതല്ല, തടസ്സപ്പെടുത്തണം സാർ. സുനിൽ അങ്ങേ കേൾക്കാനാണ് ആളിരിക്കുന്നത്, എന്നെ കേൾക്കാൻ. ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞ് കോടതിയിൽ എന്താ അഫിഡവിറ്റ് കൊടുത്തവരാണ് കേരള പോലീസ്. എപ്പോഴാണെന്നറിയാമോ, ഈ ഒരു പെൺകുട്ടിയിലെ വൈക്കത്തോ ഒരു അഖില എന്ന് പറഞ്ഞ കുട്ടി വേറെ എന്തോ അഹിതയോ എന്തോ ഒരുത്തൻ്റെ കൂടെ ഓടിപ്പോയില്ലേ. അതിനു മുമ്പ് മറ്റേ നമ്മുടെ ക്ഷേത്രത്തിലെ ആറ്റുകാൽ ക്ഷേത്രത്തിലെ ട്രസ്റ്റിയുടെ മകള് മുങ്ങിയില്ലേ ഇവിടുന്ന്. ഇതുപോലുള്ള 3-4 സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി അന്വേഷണം വന്നപ്പോൾ കേരള ഗവൺമെൻറ് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഘടനയേ ഇല്ല, അങ്ങനെ ഒരു രജിസ്റ്റേർഡ് സംഘടനയില്ല, അതിന് അഡ്രസ്സ് ഇല്ല, ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണെന്ന് പറഞ്ഞവരാണ് കേരള പോലീസ്. ബോർഡ് വെച്ച് നടത്തുന്നില്ല പരിപാടി, ബോർഡ് വെച്ചിട്ട് നടത്തുമല്ല, പക്ഷെ ആരെയോടാണ് ഇവർ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, അതിപ്പോൾ സുനിലിനറിയാം, നമ്മുടെ കൊച്ചിൻ മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ ചെയർമാൻ ലോക്നാഥ് ബെഹ്റ റിട്ടയർ ആയി കഴിഞ്ഞ് പോസ്റ്റിംഗ് കിട്ടാനായിട്ട് താമസിച്ചപ്പോൾ അയാൾ എന്തോ വെളിപ്പെടുത്തും, ഞാനത് കാലക്രമേണ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞതായിട്ട് കേരളത്തിലെ 2-3 പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഭീകരവാദ പ്രവർത്തനം പറഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് അയാൾക്ക് KMRLന്റെ ചെയർമാൻഷിപ്പ് കൊടുത്തത്. അതോടുകൂടി അയാൾ നിശബ്ദനായി. അപ്പം ഇങ്ങനെയാണ് ഇവർ സൈലൻസ് മേടിക്കണം മുഴുവൻ. കാരണം കേരളത്തിലൊരു പ്രത്യേക സമുദായം എന്ത് കുറ്റം ചെയ്താലും അത് കുറ്റമല്ല. അത് ഇപ്പം എന്നെ ഒരുത്തൻ തല്ലിന്ന് വെച്ചോളൂ, മുഹമ്മദ് എന്നെ തല്ലി, അല്ലെങ്കിൽ അൻസാർ തല്ലി,
എന്നെ പിന്നെ പോലീസ് ജയിലിൽ പിടിച്ചിടും. തല്ലും, എന്താ തല്ലാനായിട്ട് സാഹചര്യം അൻസാർ ഉണ്ടാക്കി തല്ലിയെങ്കിൽ ഒരു കാരണം കാണും. ആ. അതാണ് കാരണം. ഏതായാലും ഈ നമുക്ക് വല്ലാത്ത ഞെട്ടലുണ്ടാക്കിയൊരു സംഭവമാണ് ഗുരുവായൂർ ഈ സംഭവം. അത് ഒരുപാട് പേർക്ക് വലിയ വിഷമമൊക്കെ ഉണ്ടാക്കി, എന്താ സംഭവിച്ചെന്ന്. പക്ഷേ ഇപ്പോഴും അതിൻ്റെ നിജസ്ഥിതി, കാരണം ഒരുപാട് ഊഹാപോഹങ്ങളും കഥകളും ഒക്കെ ഇങ്ങനെ പ്രചരിച്ചു. ആ കഥകളൊന്നും പ്രചരിപ്പിക്കാൻ ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിക്ക് ഇപ്പോൾ വലിയ ഉത്സാഹം വന്നല്ലോ പോലീസിൽ പരാതി കൊടുക്കാൻ. എന്നാൽ ഇത് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അങ്ങനെയൊന്നുമല്ല, ഒരു വാർത്താക്കുറിപ്പ് ഇറക്കാം, ചെയ്യാമല്ലോ. അത് ഒരു ചെയ്യില്ല. പത്രക്കുറിപ്പ് വെക്കാം. അല്ല, ഇവരുടെ മെന്റൽ ബ്ലോക്ക് അങ്ങനെയാണ്. സുനിൽ ഓർക്കുന്നുണ്ടോ നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രം? ഉം. അത് ഒരു അത് പൊളിച്ചിട്ടാണല്ലോ അവിടെ പള്ളി പണിതിരിക്കണേ. ഉം. ആ വിശ്വനാഥ ക്ഷേത്രത്തിലെ പ്രതിമ ആനയെ കൊണ്ട് കയറ് കെട്ടി വലിപ്പിച്ചിട്ടാണ് അപ്പുറത്തുള്ള കിണറ്റി കൊണ്ടിട്ടത്. ഇത് ഒരു കാരണവശാലും ഇന്ത്യയിലെ ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തരുതെന്ന് ഇന്ദിരാഗാന്ധി നിർദ്ദേശം കൊടുത്തിട്ട് അവരുടെ ആസ്മാദിയായിട്ടുള്ള ഒരു ജി പാർത്ഥസാരഥി, ഇപ്പോഴത്തെ ജി പാർത്ഥസാരഥി അല്ല, വേറൊരു പാർത്ഥസാരഥി, ഗോപാലസ്വാമി അയ്യങ്കാറുടെ മുൻ കേന്ദ്രമന്ത്രി, അയാള് ഒരു ചരിത്ര കൗൺസിലിനെ വിളിച്ച് നിർദ്ദേശം കൊടുത്തു. അതിനെ എതിർത്തിട്ടാണ് എസ് എൽ ഭൈരപ്പ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വിചക്ഷണനെ ആ സമിതിയിൽ നിന്ന് പുറത്താക്കി പകരം ഒരു മാർക്സിസ്റ്റുകാരനെ കൊണ്ടൊന്ന് കുത്തിക്കയറ്റി വെച്ചു അതിനകത്ത്. പ്രൊഫസർ ആർ സി മജൂംദാർ ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം എഴുതി. നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിരുന്നു, സുനിലിൻ്റെ ഓർമ്മയാണ്. ഞാനത് ഭാരതീയ വിദ്യാഭവൻ 11 വോള്യത്തിലുള്ള സ്വതന്ത്ര ഭാരത് അല്ലെ പ്രീ ഇൻഡിപെൻഡൻസ് ഡേ വേദിക് ടൈംസ് തൊട്ട് 1947 ഓഗസ്റ്റ് 15 വരെയുള്ള സംഭവം ചരിത്രം എഴുതിയിട്ട് 11 വോള്യം അത് പബ്ലിഷ് ചെയ്തിട്ട് ആ പുസ്തകം എംബാർഗോ ചെയ്തിരുന്നു. യൂണിവേഴ്സിറ്റികളിലൊന്നും പഠിപ്പിക്കാൻ പാടില്ല എന്ന്. എന്താ കാരണം എന്ന് അവർ പറഞ്ഞറിയോ? ആർ സി മജൂംദാർ സംഖ്യയാണ്. അദ്ദേഹം സംഖ്യയല്ല, ഒന്നുമല്ല, അതൊരു ഇൻഡിപെൻഡന്റ് ചരിത്രകാരനാണ്. ഇവിടെ ചരിത്രം നിൽക്കണമെന്നുണ്ടെങ്കിൽ KN പണിക്കർക്കോ അതുപോലെ തന്നെ റമീല താപ്പറയൊക്കെ ചരിത്രകാരന്മാരേ ഉള്ളൂ, മറ്റുള്ളവരൊക്കെ ചരിത്രകാരന്മാരല്ല. ഇവ ഇർഫാൻ ഹബീബ്, അയ്യോ ഈ ലോകം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിന്റെ കെ മുഹമ്മദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് വരട്ടുകയുണ്ടായി സത്യം പറഞ്ഞതിന്. അതാണ് ഇർഫാൻ ഹബീബ് എന്ന് പറയുന്ന ഒരു കന്റാങ്കറസ് ക്യാരക്ടർ. അയാളുടെ ഒരു കാര്യം നമുക്ക് പിന്നെ പറയാതെ. പക്ഷെ ഇതിപ്പോ ഈ സത്യം ഇവരെന്തിനു ഒളിച്ചു വെക്കണു? അതാണ്. അപ്പൊ ഊഹാപോഹങ്ങളും വ്യാജ പ്രചാരണങ്ങൾക്കും അവസരം ഉണ്ടാവത്തില്ല. ഈ നൗഗോങ് എന്ന് വന്ന കുരങ്ങൻ അമ്പലത്തിൽ കയറി മിഠായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, അതുള്ള കാര്യം പറഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് ഈ നാട്ടിലെ മേത്തന്മാരോടൊക്കെ ദേഷ്യം ഉണ്ടാവുമോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് എന്നും ഇവർ ജനങ്ങൾ തമ്മിൽ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു സംശയം, പരസ്പര സംശയം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യണം. എന്നാലും ഇവർക്കൊരു വോട്ട് ബാങ്ക് ആരെങ്കിലും പറയും സാർ ഈ മേത്തർ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളത്, അത് മോശം പദമൊന്നുമില്ല. മേത്തർ എന്നുള്ള സ്ഥാപനങ്ങളുണ്ട് ഇവിടെ അല്ലേ? അതെ, അതിനൊരു കുഴപ്പമില്ല. നമ്മള് മേത്തന്നല്ലേ പറയണേ, അവരെ മേത്തൻമണിയുണ്ട്. കാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുമാന സൂചകമായിട്ടാണ് നമ്മൾ കാക്ക എന്ന് പറയുന്നത്. ഗുജറാത്തിലും ഹിന്ദിയിലൊക്കെ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരിൽ അദ്ദേഹത്തോടൊപ്പം പ്രായമുള്ളവരോട് ആരെ കാക്ക ക്യാ ബോൾത്താ ഹേ ആപ് എന്നൊക്കെയാ ചോദിച്ചിരുന്നത് അത്ര. ഞാനിപ്പോ മേത്തൻ എന്നുള്ള പേര് ഞാൻ ഉപയോഗിക്കാതിരിക്കാം, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നാട്ടുകാർ മുഴുവൻ പറയും മേത്തൻ എന്നുള്ള. നമുക്ക് അങ്ങനെ പേരുള്ളൊരു രാജ്യസഭാ MP ഉണ്ട്, ജബി മേത്ര. പിന്നെ എല്ലാവരും ഓണറബിൾ മെമ്പർ ജബി അത് പറയാം. അല്ല, അവർ അത് ഒരു മോശം പദമൊന്നുമല്ല. എനിവേ, നമുക്ക് എന്തായാലും ഞാനും വിശ്വസിക്കുന്നു ഇത് അദ്ദേഹത്തിന് മനോരോഗമായിരിക്കും, അല്ലെങ്കിൽ നൗഗാമിൽ നിന്നൊരു SI വന്നിട്ടാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ പിന്നെ അവർ അന്വേഷിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നൗഗാമിലെ ഒരു കക്ഷിയെ പിടിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഇയാളെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദ്യം ചെയ്തു. അത്തരത്തിലുള്ള അന്വേഷണം നടന്ന് IB ചോദ്യം ചെയ്തിട്ടുണ്ടെന്ന് കൃത്യമായി എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടുകയും IBയുടെ അന്വേഷണം നടക്കുകയും ചെയ്തു. ഇയാൾക്ക് മനോരോഗമാണെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഇയാളെ വിട്ടുകൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്ന് നമുക്ക് പറയാം. പക്ഷേ ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ഇതെല്ലാം കഴിഞ്ഞിട്ട് അയാൾ നൗഗാമിൽ എത്തിയതിന് ശേഷം മാത്രം ഇത്തരം കാര്യങ്ങൾ പറയുന്ന തരത്തിലേക്ക് വരുന്നത് ശരിയല്ല. ഒരു സംഭവം ഉണ്ടായാൽ അതിങ്ങനെയാണ്, ഭക്തജനങ്ങളെ നിങ്ങൾ ഭയപ്പെടാനും പരിഭ്രാന്തരാവാനും ഒന്നുമില്ല, ഇന്ന നാട് നടന്നത് എന്ന് പറയാനുള്ള ആർജവം തൻ്റെ ഇടം ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വർത്തമാനം നടത്താം. ഓക്കെ, നമസ്കാരം. ഗുരുവായൂരപ്പൻ എല്ലാവരെയും രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്.
നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.